നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കും. നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് നമ്മൾ സാധാരണ കോൾ ചെയ്യാറുണ്ട്. ഈ കോൾ ചെയ്യുന്നതിനകത്ത് ഒരുപാട് സെറ്റിങ്സുകളുണ്ട്. നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ഫീച്ചറുകൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി, മാത്രമല്ല നമ്മൾ കോൾ ചെയ്യുമ്പോൾ കൂടുതൽ സൗകര്യമാകുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും സ്പാം ആയിട്ടുള്ള സ്കാം കോളുകൾ വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി, അങ്ങനെ ഒരുപാട് സെറ്റിങ്സുകൾ നമ്മളുടെ മൊബൈൽ ഫോണിൽ കോൾ സെറ്റിങ്സിനകത്തുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മൊബൈൽ ഫോണിൻ്റെ കോൾ സെറ്റിങ്സുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട 3 സെറ്റിങ്സുകളാണ്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇറങ്ങുന്ന മൊബൈൽ ഫോണിനൊക്കെ ഗൂഗിളിൻ്റെ തന്നെ ഗൂഗിൾ ഡയലർ എന്നുള്ള ഈ ഫോൺ ഡയലറാണ് കാണാൻ സാധിക്കുക. ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ഫോണിലും ഈ ഒരു ഡയലറാണ് വരുന്നത്. അപ്പോൾ ഈ ഡയലറിനകത്തുള്ള 3 സെറ്റിങ്സ്, അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഡയലറാണ് ഇത്. നിങ്ങൾക്ക് ഈ ഡയലർ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഗൂഗിളിൻ്റെ ആപ്പാണ് ഇത്. നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ ഡയലർ ഡിഫോൾട്ട് ആക്കി കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും. നമുക്ക് കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. ഏറ്റവും മുകളിൽ നമുക്ക് 3 ഡോട്ട് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇവിടെ 3 ഓപ്ഷൻ കാണും. ഒന്നാമത്തെ സെറ്റിങ്സും, രണ്ടാമത്തെ ക്ലിയർ കോൾ ഹിസ്റ്ററി എന്നാണ്. ക്ലിയർ കോൾ ഹിസ്റ്ററി എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഇതുവരെ കോൾ ചെയ്ത എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് ക്ലിയർ ചെയ്ത് കളയാൻ സാധിക്കും. ഇതിൽ ഏറ്റവും ആദ്യത്തിൽ സെറ്റിങ്സ് ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്കത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഒരുപാട് സെറ്റിങ്സുകളുണ്ട്. ഇവിടെ ഏറ്റവും മുകളിൽ നമുക്ക് കോളർ ID ആൻഡ് സ്പാം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ 2 ഓപ്ഷൻ ഡിസേബിൾ ആയി കാണാം. ഇത് രണ്ടും നമ്മൾ ഇതുപോലെ എനേബിൾ ചെയ്ത് കൊടുക്കുക. എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് എന്തെങ്കിലും സ്കാം ആയിട്ടുള്ള അല്ലെങ്കിൽ ബഗ്ഗായിട്ടുള്ള കോളുകൾ വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള മാർക്കറ്റിംഗ് കോളുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് നിങ്ങളെ കാണിക്കുകയും അത് റെഡ് മാർക്കിലേക്ക് മാറ്റി ഈ കോൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണോ വേണ്ട എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇടും. നിങ്ങൾക്ക് ഇത് പ്രധാനമായിട്ടും നമ്മൾ എനേബിൾ ചെയ്ത് വെക്കേണ്ട ഒരു സെറ്റിങ്സ് ആണ്. രണ്ടാമത്തെ സെറ്റിങ്സ് നമ്മൾ കുറച്ച് താഴോട്ട് വരുമ്പം ഇവിടെ കോളർ ID അനൗൺസ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് താഴെ ഭാഗത്ത്. അത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഏറ്റവും മുകളിൽ അനൗൺസ് കോളർ ID എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഏറ്റവും മുകളിൽ ഓൾവേസ് എന്നുള്ളിടത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സേവ് ചെയ്ത കോളുകളോ സേവ് ചെയ്യാത്ത കോളുകളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് സ്പീക്കർ അനൗൺസ്മെൻറ്റ് ചെയ്യും. നിങ്ങളുടെ കോൾ ചെയ്യുന്ന വ്യക്തി ആരാണ്, നിങ്ങൾ സേവ് ചെയ്ത കോൺടാക്റ്റ് ആണെങ്കിൽ ആ സേവ് ചെയ്ത പേര് വിളിച്ച് പറയും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബാഗിലോ പോക്കറ്റിലോ കിടക്കുന്ന മൊബൈൽ ഫോൺ ആണെങ്കിൽ അത് ആരാണ് വിളിക്കുന്നതെന്ന് അയാളുടെ പേര് വിളിച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഈ കോളർ ID അനൗൺസ്മെൻറ്റ് നമ്മൾ ഓൺ ചെയ്ത് വെക്കൽ നമുക്ക് ഏറ്റവും യൂസ്ഫുള്ളാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്നാമത്തെ ഫീച്ചർ, ഏറ്റവും അവസാനത്തിലുള്ള ഫ്ലിപ്പ് ടു സൈലൻസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ ഈ ഭാഗം ഓഫ് ആയിരിക്കും. ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഓൺ ചെയ്ത് കൊടുത്താൽ നിങ്ങൾ ഓഫീസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സൈലൻറ്റ് പ്ലേസിൽ നിങ്ങൾ നിൽക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഓഫീസിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മീറ്റിങ്ങിലൊക്കെ നിൽക്കുമ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ എടുത്ത് കമഴ്ത്തി വെച്ചാൽ, നിങ്ങളുടെ മൊബൈൽ ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് സൈലൻ്റ് ആകും. മൊബൈൽ ഫോൺ എടുത്ത് നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന പോലെ മലർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ പഴയതുപോലെ ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ പ്രത്യേകിച്ചും ഈ ഓഫീസിലോ മറ്റൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും സൈലൻറ്റ് പ്ലേസിൽ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ ഈ ഫീച്ചർ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇതും നമ്മളൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.